സൈഫ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓർമ്മകളുടെ വേലിയേറ്റം ഈ സമയം തിരുവനന്തപുരത്തുകാർക്ക് മൊത്തം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിയമസഭാ മന്ദിരത്തിന് VS ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. അത്രമേൽ ഓർമ്മകളുടെ തള്ളിച്ചയുള്ള ഒരു നിമിഷം കൂടിയാണ്. VS അനന്തപുരിയോട് യാത്ര പറഞ്ഞ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമയം എത്രമേൽ വൈകാരികമായൊരു സന്ദർഭമാകും അത്. PS അച്യുതാനന്ദന്റെ വാഹനം ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് സൈഫുദ്ദീൻ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകും. ആ സ്ഥലത്ത് നിന്ന് കുറച്ച് വലത്തോട്ട് മാറിയാൽ നിയമസഭയുടെ പ്രധാനപ്പെട്ട ഗേറ്റാണ്. ആ ഗേറ്റ് വഴിയാണ് PS അച്യുതാനന്ദൻ എല്ലാ ദിവസവും നിയമസഭയിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരുന്നത്. സമരങ്ങൾ നടക്കുന്ന സമയത്ത് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി, അത് വാക്കൗട്ടിനപ്പുറത്തേക്ക് ബഹിഷ്കരണം നടത്തി വരുമ്പോൾ PS അച്യുതാനന്ദൻ ഇതിന്റെ മുന്നിൽ, ഗേറ്റിന്റെ മുന്നിൽ വന്ന് വരും. ആദ്യം പ്രതിപക്ഷത്തെ അംഗങ്ങളാണ് വരുന്നത്. PS-ന് പ്രായാധിക്യമുണ്ടായതുകൊണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ PS അച്യുതാനന്ദൻ നിന്ന് സംസാരിക്കുമായിരുന്നു. പിന്നീട് VS-ന് വരുന്ന സമയത്ത് PS-ന് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൂടി പ്രതിപക്ഷ അംഗങ്ങൾ എടുത്തുകൊണ്ട് വരും. അതിൻ്റെ മുന്നിലിരുന്നാണ് PS അച്യുതാനന്ദൻ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിലെ വിപ്ലവകരമായ ഒരു നിയമമുണ്ട്, നെൽവയർ തണ്ണീർത്തട നിയമം. അന്ന് സത്യത്തിൽ ഞാൻ മാധ്യമപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, പക്ഷേ അന്ന് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവർ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ഈ രാത്രി നിയമസഭ ഇങ്ങനെ നീണ്ടുപോകും, നമ്മൾ പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകുകയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഇതൊന്നുമല്ല, നീണ്ടുപോയിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. 2008-ൽ ഒരുപക്ഷെ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നീണ്ടുപോയിട്ടുള്ള സഭാ സമ്മേളനം ഒരുപക്ഷെ അതായിരിക്കാം. ഏതാണ്ട് ഒരു 1:30 വരെ എങ്ങാണ്ട് നീണ്ടുപോയി ആ സഭാ സമ്മേളനം. രാത്രി 1:30-ക്കാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നെൽവയൽ തണ്ണീർത്തട നിയമം പാസ്സാക്കുന്നത്. PS അച്യുതാനന്ദൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് പാസ്സാവുന്നത്. അത് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ നിയമമാണ്. അതിനകത്ത് പലതരത്തിലുള്ള ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിപ്ലവകരമായ നിയമമാണ്. അങ്ങനെ ആ വിപ്ലവകരമായ നിയമം പാസ്സാക്കിയ ആളാണ് PS അച്യുതാനന്ദൻ. പല ബില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് സി മാത്യുവിനോട്, അദ്ദേഹത്തിൻ്റെ IT ഉപദേഷ്ടാവായ ജോസഫ് സി മാത്യുവിനോട് സംസാരിക്കുമ്പോൾ, പല സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് PS അത്ഭുതപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം, ഇപ്പോൾ നമുക്കെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ IT-യുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇല്ല, ഒരു 7ാം ക്ലാസ് വിദ്യാഭ്യാസം. നിഷാദ് റൌത്തർ കൂടിയുണ്ട്. നിഷാദ്, നിയമസഭാ മന്ദിരത്തിനു മുന്നിലൂടെ അവസാനമായി VS പതുക്കെ വിട പറഞ്ഞുകൊണ്ട്, യാത്ര പറഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. 3 തവണ പ്രതിപക്ഷ നേതാവായപ്പോഴും 1 തവണ മുഖ്യമന്ത്രിയായപ്പോഴും നിയമസഭാ മന്ദിരം സാക്ഷിയായ വലിയ സംഭവബഹുലമായ ഓർമ്മകൾക്ക്, മരണമില്ലാത്ത ഓർമ്മകൾ ഈ സമയം മലയാളിയുടെ മനസ്സിലൂടെ ഒരു വേള കടന്നു പോകുന്നുണ്ടാവണം. അപ്പോൾ VS ആ കെട്ടിടത്തിന്, ആ മന്ദിരത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമയം നിഷാദ് റാവുത്തർ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ സമയത്തെ ഓർക്കുന്നത്, വിലയിരുത്തുന്നത്? യാത്രാമൊഴി ചൊല്ലാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വിലാപയാത്രാ വാഹനം വളരെ പതിയാണ് നീങ്ങുന്നത്. CPIM-ന്റെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ വിലാപയാത്രാ വാഹനത്തിന് അകത്തുണ്ട്. അപ്പോൾ വഴിയോരത്തെല്ലാം ആളുകൾ വലിയ തോതിൽ കാത്തിരിക്കുന്നു. PS അച്യുതാനന്ദൻ കേരളത്തിനാരായിരുന്നുവെന്ന്, കേരള രാഷ്ട്രീയത്തിനാരായിരുന്നുവെന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്തായിരുന്നുവെന്ന്, ഇടതുപക്ഷധാരയ്ക്ക് എന്തായിരുന്നുവെന്ന് വിളിച്ചു പറയുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പോരാളികളുടെ പോരാളി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്ത്യാദരം നൽകി യാത്രയാക്കുന്നതിന്റെ കാഴ്ച. PS അച്യുതാനന്ദൻ ഓരോ തലമുറയും സ്വാധീനിച്ചത് എങ്ങനെയാണ്? മുതിർന്നവരെ, ചെറുപ്പക്കാരെ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളടക്കമുള്ള, വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ PS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് നമുക്ക് കാണാം. എത്രയോ നൂറായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിച്ച് കടന്നു പോകുന്ന മഹാനായ ഒരു നേതാവിൻ്റെ അവസാനത്തെ യാത്ര
കാഴ്ചകളാണ് തത്സമയം കാണുന്നത്. ഏതെല്ലാം വിഷയത്തിൽ ഏതെല്ലാം ജീവിത പ്രശ്നങ്ങളിൽ, ഏതെല്ലാം സമരമുഖങ്ങളിൽ നിത്യസാന്നിധ്യമായിരുന്ന ഒരു മഹാമനുഷ്യൻ വിടവാങ്ങുകയാണ്. 110 വർഷക്കാലം കേരളത്തിന്റെ ഒപ്പം സഞ്ചരിച്ച ഒരാൾ, കേരളത്തിന്റെ പിറവിയും കേരളത്തിന്റെ തളർച്ചയും വളർച്ചയും കണ്ട ഒരാൾ, ഇങ്ങനെ ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുന്നതിൽ പരമപ്രധാന പങ്കുവഹിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാൾ, നവോത്ഥാന പുരോഗമന കേരളമെന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരാൾ, അങ്ങനെ ഒരു മനുഷ്യനോട് കേരളം, രാഷ്ട്രീയ കേരളം, സാമൂഹ്യ കേരളം നന്ദി വാക്ക് പറയുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചതിന് നന്ദി എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അവർ. ഞങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ഏറ്റെടുത്തതിന് നന്ദി എന്ന് പറയുകയാണ് അദ്ദേഹം. ജയിച്ച സമരങ്ങളും തോറ്റ സമരങ്ങളുമുണ്ട്, പക്ഷേ ഏറ്റെടുക്കാൻ താങ്കൾ ഉണ്ടായിരുന്നുവല്ലോ എന്ന്, മുന്നിൽ നിൽക്കാൻ താങ്കൾ ഉണ്ടായിരുന്നുവല്ലോ എന്ന്, കൊടിപിടിക്കാൻ താങ്കൾ ഉണ്ടായിരുന്നല്ലോ എന്ന്, അതിന്റെ അറ്റം കാണുന്നത് വരെ മടുക്കാതെ പോരാടാൻ താങ്കൾ ഉണ്ടായിരുന്നല്ലോ എന്ന് കേരളത്തിലെ സമര മനസ്സ് വി എസ് അച്യുതാനന്ദൻ നോക്കി നിരാശപ്പെടുകയാണ്. അന്ന് പോവുകയാണല്ലോ എന്ന്. വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ച എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയ്ക്ക്. ഇനിയും എത്രയോ കാലം ഞങ്ങൾക്ക് മിസ് ചെയ്യുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന്, പാർട്ടിക്ക് ഭ്രംശം സംഭവിക്കുമ്പോഴെല്ലാം തിരുത്താൻ താങ്കളുണ്ട് എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓരോ ഇടതുപക്ഷക്കാരും ചിന്തിക്കുന്ന ദിവസമാണെന്ന്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാരയിലെ പല നേതാക്കളിൽ നിന്നും വിഭിന്നരാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം ഇതിനു മുൻപ് AKG കമ്മ്യൂണിസ്റ്റുകാരെ വിട്ടുപോയിട്ടുണ്ട്, നായനാർ വിട്ടുപോയിട്ടുണ്ട്, EMS വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ VS എന്തുകൊണ്ട് പ്രത്യേകത നിലക്ക് രേഖപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, പാർട്ടിക്ക് തെറ്റിയപ്പോൾ പാർട്ടിയാണെല്ലാം എന്ന നിലയെടുക്കാതെ പാർട്ടിക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരാൾ, തിരുത്തിയേ മതിയാകൂ എന്ന ഉഗ്രശാസന പാർട്ടിക്ക് മുമ്പിലേക്ക് വെച്ച ഒരാൾ, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പാർട്ടിയെ തിരുത്താൻ കഴിഞ്ഞ ഒരാൾ, ആ നിലയ്ക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും മുതിർന്ന നേതാവിൽ ഒരാൾ എന്ന പ്രത്യേകത VS അച്യുതാനന്ദനുണ്ട് എന്ന് നമ്മൾ കാണണം. ആ കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ അനുഭവമാണ് മലയാളിയെ കൊണ്ട് എല്ലാ അതിർവരമ്പുകൾക്കപ്പുറത്തേക്കും VS അച്യുതാനന്ദൻ എന്ന വികാരം പടർന്നൊഴുകാനുള്ള പ്രധാന കാരണമായി മാറുന്നത്.